Hi guys, and welcome to today's session of the Hindu Decode by Geoid. So നമ്മളിന്ന് എടുത്തിരിക്കുന്ന ന്യൂസ് നിങ്ങൾക്ക് കാണാം ദ ഇഷ്യൂ വിത്ത് ക്രിമിനലൈസിങ് ഓൾ അഡോൾസെന്റ് റിലേഷൻഷിപ്സ് എന്നുള്ളതാണ്. ഇത് പ്രിലിംസിൽ GS പേപ്പർ 1 കറണ്ട് അഫയേഴ്സിൽ വരാവുന്ന ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ നമ്മുടെ GS പേപ്പർ 1 റോൾ ഓഫ് വിമൻ ആൻഡ് വിമൻ ഓർഗനൈസേഷൻസ്, സോഷ്യൽ എംപവർമെൻറ്റ്. ഓക്കെ, സോ ആ ഒരു ഹെഡിൽ നമുക്ക് ഈ ഒരു ന്യൂസ് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഇവിടെ എന്തുണ്ടായെന്ന് വെച്ചാൽ വാട്ട് ഹാപ്പൻഡ്, അതായത് a 25-year-old man and a 14-year-old girl from rural West Bengal ഇവർ റിലേഷൻഷിപ്പിലായിരുന്നു. നമുക്കറിയാം പോക്സോ ലോ പ്രകാരം ഏതൊരു തരത്തിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പും, അതായത് 18 വയസ്സിൽ കുറവായിട്ടുള്ള ആളുമായിട്ടുള്ള ഏത് തരത്തിലുള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പും ഓക്കെ അത് കൺസെൻറ്റോട് കൂടിയിട്ടാണെങ്കിൽ കൂടി അതൊരു ക്രൈമാണ്. ഓക്കെ, നമ്മുടെ പോക്സോ ലോ പ്രകാരം. So the man was convicted and given 20 years in jail under section 6 of the POCSO. സോ ഈ ഒരു കേസ് ഇവിടെ എന്താണ് ഈ ഒരു കേസ് വാട്ട് മേഡ് ദിസ് കേസ് ഡിഫറെൻറ്റ് എന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടി പിന്നീട് 17 വയസ്സായപ്പോൾ ലേറ്റർ ഷീ മാരീഡ് ദ മാൻ. ഓക്കെ, ആൻഡ് ദേ ഹാഡ് എ ചൈൽഡ് ടുഗെദർ ആൻഡ് ഷീ ഹാഡ് വില്ലിംഗ്ലി സ്റ്റേഡ് വിത്ത് ഹിം. ഒരുപാട് ഫാമിലി പ്രഷറും സ്റ്റിഗ്മയും കൂട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഷീ ഈസ് ബീങ് സോഷ്യലി ഐസൊലേറ്റഡ്. സോ ദ ഗേൾ വെന്റ് ടു ദ കോർട്ട് ആസ്കിങ് ഫോർ ദി മാൻസ് റിലീസ്. സോ സുപ്രീം കോർട്ട് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ കോർട്ട് എഗ്രി ചെയ്തു. അതായത് ആ ഒരു 20 വർഷം ശിക്ഷ കൊടുത്തിട്ടുണ്ടല്ലോ. സോ ദ കോർട്ട് എഗ്രീഡ് നോട്ട് ടു എൻഫോഴ്സ് ദി 20-year സെൻറ്റൻസ് യൂസിങ് ഇറ്റ്സ് സ്പെഷ്യൽ പവർ ആർട്ടിക്കിൾ 142. ആർട്ടിക്കിൾ 142 അതിലോട്ട് അധികം ഞാൻ കടക്കുന്നില്ല. ഓക്കെ, അതൊരു യുണീക്ക് പ്രൊവിഷനാണ്. സുപ്രീം കോർട്ടിന് ഭയങ്കരമായിട്ടുള്ള പവർ കൊടുക്കുന്ന ഒരു പ്രൊവിഷനാണത്. ഓക്കെ, ടു പാസ് എനി ഓർഡർ നെസസറി ടു സെക്യൂർ കംപ്ലീറ്റ് ജസ്റ്റിസ്, ആർട്ടിക്കിൾ 142. സോ കോർട്ട് പറഞ്ഞു ഇറ്റ്സ് സെഡ് പണിഷിംഗ് ദ മാൻ വുഡ് നൗ ഹേർട്ട് ദ ഗേൾ ആൻഡ് ദെയർ ചൈൽഡ് ഈവൻ മോർ. സോ ദ കോർട്ട് ഓൾസോ സെഡ് ദാറ്റ് ഇതൊരു വളരെ റെയർ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കേസാണ്. ഓക്കെ, ഇതൊരു ജനറൽ റൂളായിട്ട് കണക്കാക്കരുത്. ഓക്കെ, അത് കോർട്ട് മെയിനായിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു ഇറ്റ് ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് ആസ് എ ജനറൽ റൂൾ ഫോർ അതർ പോക്സോ കേസസ്. ഓക്കെ, സോ ഇവിടെ കോർട്ട് ഒരു എക്സംഷൻ കൊടുത്തതാണ് ടു പ്രൊട്ടക്ട് ദി ഗേൾ ആൻഡ് ഹെർ ചൈൽഡ് ഫ്രം ഫർദർ ഹാം. എന്നിട്ട് കോടതി ഓർമ്മിപ്പിച്ചു, അതായത് everyone but reminded everyone that this cannot be used as a mode for future cases. Okay, സോ ഇനി നമുക്ക് ഈ ഒരു കേസിൻ്റെ ഒരു ജുഡീഷ്യൽ ജേർണി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവിടുത്തെ ലീഗൽ സ്റ്റാൻഡുകൾ എന്തൊക്കെയാണ് ഈ കേസിൻ്റെ നോക്കാം. 2022 നമ്മുടെ കൽക്കട്ട ഹൈക്കോർട്ട് പറഞ്ഞത് വെസ്റ്റ് ബംഗാളിൽ നടന്നൊരു ഇഷ്യൂ ആണല്ലോ. സോ ദി കോർട്ട് ഹാസ് റിവേഴ്സ്ഡ് ദി മാൻസ് കൺവിക്ഷൻ ആൻഡ് കോടതി പറഞ്ഞു, അതായത് the girl had made her own choice and she came from a poor background എന്നൊക്കെയാണ് കോടതി പറഞ്ഞത്. പക്ഷേ ഈ ജഡ്ജ്മെൻറ്റിൽ ഒരുപാട് സെക്സിസ്റ്റ് കമൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെയാണ് ഒരു ടീനേജ് ഗേൾ ബിഹേവ് ചെയ്യേണ്ടതിനെ പറ്റിയിട്ട് വളരെയധികം ഒരുപാട് സെക്സിസ്റ്റ് ആണ്, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. ഓക്കെ, അത് പിന്നീട് ഒരുപാട് ആൾക്കാർ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് 2023 സുപ്രീം കോർട്ടിൻ്റെ അടുത്തോട്ട് കേസ് വന്നപ്പോൾ ദ സുപ്രീം കോർട്ട് റീസ്റ്റോർഡ് ദി കൺവിക്ഷൻ. ഓക്കെ, ആൻഡ് അവർ പറഞ്ഞു, സുപ്രീം കോർട്ട് പറഞ്ഞത് പോക്സോൻ്റെ അണ്ടറിൽ ഓക്കെ മൈനറാണ് അല്ലേ, ആ കുട്ടി മൈനറായിരുന്നു ഈ ഒരു കേസ് ഉണ്ടാകുന്ന ടൈമിൽ. സോ മൈനറിൻ്റെ കൺസെൻറ്റ് ഒന്നും ഇവിടെ മാറ്റർ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. കൺസെൻറ്റ് ഓഫ് എ മൈനർ ഡസൻ മാറ്റർ. ഓക്കെ, അതൊരു നോൺ എക്സ്പ്ലോയിറ്റേറ്റീവ് ആണെങ്കിൽ കൂടി, ഈവൺ ഇഫ് ഇറ്റ് സീംസ് നോൺ എക്സ്പ്ലോയിറ്റേറ്റീവ്, അഡോൾസൻറ്റ് സെക്സ് ഇന്ത്യയിൽ ഇപ്പോഴും ഇല്ലീഗലാണ്. ഓക്കെ, അതേപോലെ ഇൻ്റർനാഷണൽ ലോ അനുസരിച്ച് ഒരു മെച്യൂർ അഡോൾസൻറ്റിന് വാലിഡ് കൺസെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ എൻഗേജ് ഇൻ എ സെക്ഷൽ റിലേഷൻഷിപ്പ്. പക്ഷേ അത് നമ്മുടെ കോടതി ഇവിടെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ദ സുപ്രീം കോർട്ട് ഇൻ 2023 റിജക്റ്റഡ് ദി ഐഡിയ അക്സെപ്റ്റഡ് ഇൻ ഇൻ്റർനാഷണൽ ലോ ദാറ്റ് മെച്യൂർ അഡോൾസൻസ് ക്യാൻ ഗീവ് വാലിഡ് കൺസെൻറ്റ്. ഓക്കെ, UNCRCയുടെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ലൈക്ക് UNCRC ദി ഇൻ്റർനാഷണൽ ലോ. ഓക്കെ, ആ ഒരു മെച്യൂർ അഡോൾസൻറ്റിന് കൺസെൻറ്റ് വാലിഡ് കൺസെൻറ്റ് ഉണ്ടെങ്കിൽ ദേ ക്യാൻ എൻ്റർ ഇൻ ടു എ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കോടതി ഇവിടെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് സുപ്രീം കോർട്ട്. സോ നമ്മുടെ UNCRC എന്ന് പറയുന്നത് അറിയാലോ, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് ചൈൽഡ് എന്നാണ് UNCRC. ഓക്കെ, ഇതൊരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ആണ് ദാറ്റ് ഔട്ട്ലൈൻസ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് എവറി ചൈൽഡ്. സോ 2023 നമ്മുടെ സുപ്രീം കോർട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം 2024 ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ വെക്കുന്നുണ്ട്. ഓക്കെ, കോർട്ട് ഒരു സ്പെഷ്യൽ കമ്മിറ്റിയെ വെക്കുന്നു. അതിൽ സൈക്കോളജിസ്റ്റും സോഷ്യൽ സയൻറ്റിസ്റ്റും ചൈൽഡ് വെൽഫെയർ ഓഫീസറൊക്കെ ഉണ്ടായിരുന്നു. okay, to check
whether the women, okay, ഇപ്പോൾ ആ കുട്ടി അഡൾട്ടാണല്ലോ, ഷീ സ്പീക്ഡ് ഔട്ട് ഓഫ് ഫ്രീ വിൽ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ വെച്ചത്, ഈ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വെച്ചത്. 2025 അതിൻ്റെ ഫൈനൽ ഡിസിഷൻ വന്നു. ഓക്കെ, സുപ്രീം കോർട്ട് പറഞ്ഞു, സുപ്രീം കോർട്ട് ഈ കുട്ടിയായിട്ട് നേരിട്ട് സംസാരിച്ചു ആൻഡ് റിവ്യൂഡ് ദി കമ്മിറ്റീസ് റിപ്പോർട്ട് ആൻഡ് എന്നിട്ട് പറഞ്ഞു ഈ ഒരു ഇതിൽ ഏർപ്പെട്ട ആ ഒരു പുരുഷന് ഇറ്റ് ഡിസൈഡഡ് നോട്ട് ടു സെൻറ്റൻസ് എ മാൻ ബിക്കോസ് അങ്ങനെ ആൾക്കൊരു പണിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ഹേർട്ട് ദ വുമൺ ആൻഡ് ദെയർ ചൈൽഡ്. ഓക്കെ, അത് അവരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ പറഞ്ഞു ഒരു ആർട്ടിക്കിൾ 142 ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ജസ്റ്റിസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പവറാണത്. ഓക്കെ, അത് യൂസ് ചെയ്തുകൊണ്ട് ഇതിനൊരു ഇറ്റ് കോൾഡ് ദി സിറ്റുവേഷൻ എക്സെപ്ഷണൽ. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു കേസ് ഇറ്റ് ഹാസ് മൂവ് ത്രൂ കോംപ്ലക്സ് ലീഗൽ സ്റ്റേജസ് അല്ലേ. ലോ ബാലൻസ് ചെയ്യുന്നുണ്ട്, കൺസെൻറ്റിനെ പറ്റി പറയുന്നു, ജസ്റ്റിസ് അത് കാണിക്കുന്നുണ്ട്, ആൻഡ് റിയൽ ലൈഫ് സോഷ്യൽ ഇമ്പാക്ട്. സോ ദ ഫൈനൽ ഡിസിഷൻ ഫോക്കസ് മോർ ഓൺ കമ്പാഷൻ ആൻഡ് കോൺസിക്വൻസസ് ദാറ്റ് ജസ്റ്റ് സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ്സ്. ഓക്കെ, പിന്നീട് വേറെ കുറച്ച് പഠനങ്ങൾ നടത്തിയതനുസരിച്ച്, അതായത് 2016 തൊട്ടിട്ട് 2020 വരെ നടത്തിയ കുറച്ച് പഠനങ്ങളിൽ അക്രോസ് ആസാം, മഹാരാഷ്ട്ര ആൻഡ് വെസ്റ്റ് ബംഗാൾ ഏകദേശം 7000-ഓളം പോക്സോ കേസസ് പഠിക്കുകയുണ്ടായി. അതിൽ തന്നെ 24% ദേവർ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. ഓക്കെ, അതൊരു അബ്യൂസ് അല്ല, 24%-ഓളം ദേവർ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. അതിൽ തന്നെ 82%-ഓളം ഈ റൊമാൻറ്റിക് കേസസ് the girl didn't testify against the boy. ഓക്കെ, സോ ഇവിടെ രണ്ടുപേരുടെയും കൺസെൻറ്റോട് കൂടിയാണ് ഇവർ ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് വന്നത്. സോ ഇറ്റ് ഓഫൺ ഷോയിങ് ഷീ ഡിഡൻറ്റ് വാണ്ട് ഹിം പണിഷ്ഡ്. ഓക്കെ, സോ ഈ 2016 തൊട്ടിട്ട് 20 വരെ നടത്തിയ സ്റ്റഡികളിലും അതേപോലെ തന്നെ വേറെ ഒരു പ്രോജക്റ്റ് 39A എന്ന് പറയുന്നൊരു സ്റ്റഡി ഉണ്ടായിരുന്നു. സോ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ they found that 25% of the POCSO cases under നമ്മുടെ സെക്ഷൻ 6. ഓക്കെ, ഇത് ഇറ്റ് ഈസ് വിച്ച് ഈസ് ഫോർ സെക്ഷൻ 6 ഇറ്റ് ഈസ് ഫോർ വെരി സീരിയസ് സെക്ഷൽ അസോൾട്ട്. ഓക്കെ, സോ ഇറ്റ് ഫൗണ്ട് ദാറ്റ് 25%-ഓളം പോക്സോ കേസസ് ഈ സെക്ഷൻ 6 അണ്ടറിൽ ഇറ്റ് ഇൻവോൾവ് കൺസെൻഷ്വൽ അഡോൾസന്റ് റിലേഷൻഷിപ്പ്. ഓക്കെ, രണ്ടുപേരുടെയും ആ ഒരു സമ്മതത്തോട് കൂടിയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് കാണാൻ പറ്റിയത് അവിടെ. 2025 ബോംബെ ഹൈക്കോർട്ട് ഇൻ ദ കേസ് ആകാശ് വാഗ്മറെ വാസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര, കോർട്ട് ഈ ഒരു റൊമാൻറ്റിക് പോക്സോ കേസ് ഇത് ക്യാൻസൽ ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ദ കോർട്ട് റെഫ്യൂസ് ടു ക്യാൻസൽ, കോർട്ട് അത് ക്യാൻസൽ ചെയ്തില്ല. ഓക്കെ, കോർട്ട് പറഞ്ഞു പാർലമെൻറ്റിന് മാത്രമേ നിയമങ്ങൾ പാസ്സാക്കാനുള്ള അധികാരമുള്ളൂ, ഞങ്ങൾക്കില്ല. ഓക്കെ, ദ ലെജിസ്ലേച്ചർ ക്യാൻ ചേഞ്ച് ദ ലോ, നോട്ട് ദ കോർട്ട് എന്നാണ് കോടതി പറഞ്ഞത്. ഓക്കെ, അതൊരു റൊമാൻറ്റിക് പോക്സോ കേസ് ആയിരുന്നു എന്ന് കരുതിയിട്ട് കോടതി ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ദേ റെഫ്യൂസ് ടു ക്യാൻസൽ ദ റൊമാൻറ്റിക് പോക്സോ കേസ്. സോ ഇതെന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ രണ്ടുപേരുടെയും സമ്മതത്തോട് കൂടിയുള്ള ടീനേജ് റിലേഷൻഷിപ്പ് ഇറ്റ് ഈസ് വെരി കോമൺ അല്ലേ, ഇറ്റ് ഈസ് നോട്ട് റയർ. പക്ഷേ പോക്സോൻ്റെ അണ്ടറിൽ ഏതൊരു തരത്തിലുള്ള സെക്ഷൽ ആക്ടിവിറ്റിയും ഓക്കെ someone under 18 is illegal even if both partners agree. So the court are stuck between the strict law and real life situations. ഓക്കെ, ഇപ്പോൾ അൺലെസ് ദ ലോ ഈസ് ചേഞ്ച്ഡ് ഇവിടെ ഏറ്റവും കൂടുതൽ ഹാർഷ് പണിഷ്മെൻറ്റ്സ് കിട്ടുന്നത് ഈ ടീനേജ് ബോയ്സിനാണ്. ഓക്കെ, സോ ഈ ഒരു ഡാറ്റ കാണിക്കുന്നത് ഒരു സിസ്റ്റമിക് ഇഷ്യൂ ആണ് അല്ലേ. ദ ഡാറ്റ ഷോസ് ദിസ് ഇസ് എ സിസ്റ്റമിക് ഇഷ്യൂ, നോട്ട് ജസ്റ്റ് വൺ ടൈം എക്സ്ട്രോർഡിനറി കേസ്. So the law may need reform to deal with the consensual adolescent relationship more humanly. സോ നമുക്ക് ഇവിടെ വേ ഫോർവേഡായിട്ട് നമുക്ക് പറയാനുള്ളത് എസ്പെഷ്യലി ഇൻ ഡീലിംഗ് വിത്ത് അഡോൾസന്റ് റിലേഷൻഷിപ്പ് ആൻഡ് ദി പോക്സോ ലോ. സോ നിലവിലുള്ള നിയമത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞല്ലോ ഏതൊരു തരത്തിലുള്ള സെക്സും അണ്ടർ 18 ഇതൊരു ഇറ്റ് ഈസ് സീൻ ആസ് ഓട്ടോമാറ്റിക്കലി എക്സ്പ്ലോയിറ്റേറ്റീവ്. ഓക്കെ, ഇപ്പോൾ രണ്ടുപേരും ഈവൺ ഇഫ് ബോത്ത് ടീനേജേഴ്സ് എഗ്രി അതൊരു ഒഫൻസ് ആണ്. ഓക്കെ, സോ ഇത് ഇഗ്നോർ ചെയ്യുന്നത് ആ ഒരു ദി മെച്യൂരിറ്റി ആൻഡ് അഡോൾസൻസിൻ്റെ ആ ഒരു ചോയ്സിനെ ഇഗ്നോർ ചെയ്യുന്നത് പോലെയാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ക്യാൻ അൺഫെയർലി പണിഷ് ദി കൺസെൻഷ്വൽ നോൺ അബ്യൂസീവ് ടീനേജ് റിലേഷൻഷിപ്പ്. അല്ല, ഒരു ഡിസിഷനോട് കൂടിയിട്ട് അല്ലെങ്കിൽ രണ്ടുപേരും എഗ്രി ചെയ്തിട്ടാണ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പണിഷ് ചെയ്യുന്നത് പോലെയാണുള്ളത്.
സോ നമ്മൾ പറഞ്ഞില്ലേ, UN പറയുന്നത്, UNCRCനെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് UN കൺവെൻഷൻ ഓൺ റൈറ്റ് ഓഫ് ചൈൽഡ്. സോ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ കൺസെൻഷ്വൽ സെക്സ് അതിനെ ക്രിമിനലൈസ് ചെയ്യരുത് എന്നാണ് ബിറ്റ്വീൻ അഡോൾസൻസ്. ആൻഡ് വി ഷുഡ് ആൻഡ് അവർ പറഞ്ഞത് ഫോക്കസ് ഷുഡ് ബി ഓൺ പ്രൊട്ടക്ടിങ് ദ കിഡ്സ്, ഓക്കെ, ആൻഡ് നോട്ട് പണിഷിങ് ദം ഫോർ നാച്ചുറൽ റിലേഷൻഷിപ്പ്. അതേപോലെ സുപ്രീം കോർട്ട് സജസ്റ്റ് ചെയ്തത്, സുപ്രീം കോടതി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സെക്സ് എഡ്യൂക്കേഷൻ, അതേപോലെ ലൈഫ് സ്കിൽ ട്രെയിനിങ് ഫോർ അഡോളസൻസ് അത് കൊടുക്കണം, അതേപോലെ കൗൺസിലിംഗ് കൊടുക്കണം, ഓക്കെ. അതേപോലെ ഡിസ്ട്രെസ്സിലുള്ള ആൾക്കാർക്ക് ദേ ഷുഡ് ഗീവ് കൗൺസിലിംഗ് ആൻഡ് എമർജൻസി ഹെൽപ്പ് ഫോർ ദോസ് ഇൻ ഡിസ്ട്രെസ്. അതേപോലെ ഈ ബെറ്റർ ഡാറ്റ ഓൺ അഡോൾസൻ റിലേഷൻഷിപ്പ് ആൻഡ് അബ്യൂസ്. ഓക്കെ, സോ ഇങ്ങനത്തെ റിഫോംസ് ആണ് കോടതി സജസ്റ്റ് ചെയ്തത് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേപോലെ ഒരു ബെറ്റർ അപ്രോച്ച് നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് റിയൽ അബ്യൂസിൽ ഫോക്കസ് ചെയ്യുക, ഓക്കെ, നോട്ട് പിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടീംസ്. അതേപോലെ ഡീപ്പായിട്ടുള്ള ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാൻ നോക്കുക, ലൈക്ക് പോവർട്ടി, പാട്രിയാർക്കൽ ആറ്റിറ്റ്യൂഡ്, ചൈൽഡ് മാരേജ് ട്രഡീഷൻസ് ആൻഡ് ഓൾ. അതേപോലെ ഈ കണ്ടീഷണൽ കൺസെൻറ്റ് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു എക്സാമ്പിളായിട്ട് ഏതൊരു ഇഫ് എ ടീൻ ഈസ് എബവ് 16, ഓക്കെ, ആ ഒരു റിലേഷൻഷിപ്പ് അത് നോൺ കോസീവ് ആണെന്നുണ്ടെങ്കിൽ, അതേപോലെ അത് വേറെ ആൻഡ് നോട്ട് വിത്ത് സംവൺ ഇൻ പവർ ലൈക്ക് ആ ടീച്ചർ ഓർ ഗാർഡിയൻ, ഓക്കെ, അതാണ് ഒരു കണ്ടീഷണൽ കൺസെൻറ്റ് അവിടെ വെക്കണം, അത് റെക്കഗ്നൈസ് ചെയ്യണം ആ ഒരു കണ്ടീഷണൽ കൺസെൻറ്റ്. ഓക്കെ, സോ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ഇന്ത്യ ചെയ്യേണ്ടത് ഈ ഒരു പോക്സോ ഇത് മോഡേണൈസ് ചെയ്യുക എന്നുള്ളതാണ്, ടു പ്രൊട്ടക്ട് ദി ചിൽഡ്രൻ ഫ്രം റിയൽ ഹാം while also respecting the adolescent choice and reality. Okay, reforms ഇപ്പോഴും അത് it should combine legal change, education and social support. Okay, so നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം, which is the US established and extinguished multilateralism എന്നുള്ളതാണ്. ഇത് പ്രിലിംസിൽ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ പ്രതീക്ഷിക്കാം, അതേപോലെ മെയിൻസിൽ GS പേപ്പർ 2 എഫക്റ്റ് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യാസ് ഇൻട്രസ്റ്റ്. ഓക്കെ, സോ ആ ഒരു ഹെഡിൽ നമുക്ക് ഈ ഒരു ന്യൂസിനെ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇവിടെ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കുമ്പോൾ, നമ്മൾ ട്രംപിൻ്റെ അണ്ടറിലുള്ള US അവർ ഈ ഗ്ലോബൽ ടീം വർക്കിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദേ ആർ മൂവിങ് അവേ ഫ്രം ഈ മൾട്ടിലാറ്ററലിസം. ഓക്കെ, ദേ ആർ മൂവിങ് അവേ ഫ്രം ഗ്ലോബൽ ടീം വർക്ക്. നമ്മുടെ UN പോലെയുള്ള ഇതിലൊന്നും ഒരുപാട് ഇൻവോൾവ് ആവാതെ അവരിപ്പോൾ ഒരു 1-on-1 ഡീല്, അതായത് ഒരു ബൈലാറ്ററൽ ഡീൽസാണ് മറ്റു രാജ്യങ്ങളുമായിട്ട് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇത് നമ്മുടെ ഗ്ലോബൽ സൗത്തിലുള്ള കൺട്രീസ് എടുക്കുമ്പോൾ, ഇന്ത്യയും ബ്രസീലും സൗത്ത് ആഫ്രിക്കയും ഒക്കെ എടുക്കുമ്പോൾ ഇവർക്കാണ് ഏറ്റവും വലിയ തലവേദന ഇരിക്കുന്നത്. Okay, so it make it harder for countries in the global south like India, Brazil and South Africa to negotiate together and to have a strong voice. ഇപ്പോൾ ബ്രിക്സ് നടന്നല്ലോ ജൂലൈയിൽ, ഇപ്പോൾ 2025 ജൂലൈയിൽ ഇപ്പോൾ ബ്രിക്സ് സമ്മിറ്റ് നടന്നു. ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയും ഇവരൊക്കെ തമ്മിൽ ഒരു വലിയൊരു ഡിക്ലറേഷൻ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഡിക്ലറേഷനിൽ ദേ ഡിഡ്ന്റ് സ്ട്രോങ്ലി സപ്പോർട്ട് ടീം വർക്ക്. ഓക്കെ, ഡെവലപ്പിംഗ് നേഷൻസ് തമ്മിൽ, ഓക്കെ, ഒരു സൗത്ത് കോപ്പറേഷൻ ഉണ്ടല്ലോ, അതായത് ഡെവലപ്പിംഗ് നേഷൻസ് തമ്മിൽ ആ ഒരു സപ്പോർട്ട് കുറച്ചും കൂടി ആ ഒരു ടീം വർക്ക് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അധികം ഒന്നും നമ്മൾ കണ്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, ഡിഡ്ന്റ് സ്ട്രോങ്ലി സപ്പോർട്ട് ടീം വർക്ക്. ഓക്കെ, അതേപോലെ നമ്മൾ US ക്രിട്ടിസൈസ് ചെയ്തില്ല, നമ്മൾ പറഞ്ഞില്ലേ US ആ ഒരു ഗ്ലോബൽ കോപ്പറേഷനിൽ നിന്നും അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, സോ അതിനൊന്നും ക്രിട്ടിസൈസ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല ഈ കഴിഞ്ഞ ബ്രിക്സിൽ. സോ പുതിയ US പോളിസി എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ US ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്വയം പര്യാപ്തതയിലാണ്, അതായത് ആ ഒരു സെൽഫ് റിലയൻസിലാണ് അവർ കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ചൈനയെ എങ്ങനെ തടുക്കാം എന്നാണ് അവരുടെ മെയിൻ എയിം. ഇപ്പോൾ അവർ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, ചൈനയെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം, ചൈനയുടെ ആ ഒരു വളർച്ചയെ എങ്ങനെ തടയാം എന്നാണ് ഇപ്പോൾ US ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോളിസീസാണ് അവരിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ടാരിഫ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഇമ്പോർട്ട്സിന് മേലെ എക്സ്ട്രാ ടാക്സസ് വെച്ചിട്ടും, അതേപോലെ ഈ ആരെങ്കിലും ഇവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അവരുടെ മേലെ ബാൻസ് അല്ലെങ്കിൽ സാങ്ഷൻസ് ഉപയോഗിച്ചിട്ടും അവരെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇൻസ്റ്റെഡ് ഓഫ് വർക്കിംഗ് ത്രൂ ഗ്ലോബൽ റൂൾസ് ഓർ കോൺസെൻസസ്. സോ ഇവിടുത്തെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ഒരു 75 വർഷം എടുക്കുന്നു, ഫോർ ദ ലാസ്റ്റ് 75 years ഗ്ലോബൽ റിലേഷൻസ് അത് റൂൾസിലും അതേപോലെ ടോക്സിലും എഗ്രിമെൻസിലും ഒക്കെ ആയിരുന്നു. ദേ വർ ബേസ്ഡ് ഓൺ റൂൾസ്, ടോക്സ് ആൻഡ് എഗ്രിമെൻറ്റ്സ് ലൈക്ക് ത്രൂ ദി UN ആൻഡ് ഓൾ.
പക്ഷേ ഇപ്പോൾ ഇറ്റ് ഈസ് ടേണിങ് ഇൻ ടു എ വേൾഡ് വേർ പവറും പ്രഷറും ആണ് ഇപ്പോൾ കൂടുതൽ മാറ്റർ ചെയ്യുന്നത്. ഓക്കെ, ഒരു കോപ്പറേഷനേക്കാളും മേലെ പവറും പ്രഷറും ആണ് മാറ്റർ ചെയ്യുന്നത്. സോ ഒരുപാട് കൺട്രീസ് ദേ ആർ കൺഫ്യൂസ്ഡ് ആൻഡ് ദേ ആർ വെരി അൺഷുവർ ഹൗ ടു ഡീൽ വിത്ത് ദിസ് അഗ്രസീവ് പവർ ബേസ്ഡ് അപ്രോച്ച്. സോ നമ്മൾ മൾട്ടിലാറ്ററലിസം എന്നൊരു കാര്യം പറഞ്ഞല്ലോ. എന്താണ് ഈ മൾട്ടിലാറ്ററലിസം, എന്താണ് സംഭവിച്ചത്? അതായത് മൾട്ടിലാറ്ററലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺട്രീസ് തമ്മിൽ, ഇവർ തമ്മിൽ ലൈക്ക് ഇറ്റ് മീൻസ് കൺട്രീസ് വർക്കിംഗ് ടുഗെദർ ത്രൂ ബിഗ് ഇൻ്റർനാഷണൽ ഗ്രൂപ്പ്സ്. ഓക്കെ, നമ്മുടെ UN പോലെയുള്ള ആ ഗ്രൂപ്പ്സ്. ഓക്കെ, അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യുന്നില്ല. അതിനെയാണ് ഈ ഒരു മൾട്ടിലാറ്ററലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശരിക്ക് 1950s ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ US ദേ ആക്ച്വലി ഹെൽപ്ഡ് ടു ബിൽഡ് ദിസ് കൈൻഡ് ഓഫ് സിസ്റ്റം. ഓക്കെ, പക്ഷെ ഇപ്പോൾ അവരിതൊന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ദേ ആർ ഗോയിങ് സോളോ. സോ അതിൻ്റെ റിസൾട്ടായിട്ട് ഇപ്പോൾ ഇന്ത്യക്കാണെന്നുണ്ടെങ്കിൽ കൺട്രീസ് ലൈക്ക് ഇന്ത്യ ദേ ആർ ലെഫ്റ്റ് കൺഫ്യൂസ്ഡ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അതായത് വി നീഡ് ടു ചേഞ്ച് അവർ ഫോറിൻ പോളിസി ഡയറക്ഷൻസ്. സോ ഇന്ത്യ എങ്ങനെയാണ് ഇവിടെ എഫക്റ്റഡ് ആവുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് ഗ്ലോബൽ സൗത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ടു വോട്ട് ടുഗെദർ അറ്റ് ദി UN ടു സപ്പോർട്ട് ഈച്ച് അതർ. ഓക്കെ, സോ ആ ഒരു ടീം വർക്ക് വളരെയധികം വീക്കായിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് പറയാം, അതായത് ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു UN ഒരു പോസ്റ്റ് നഷ്ടപ്പെട്ടു. ഓക്കെ, ആ ഒരു വൈസ് ചെയർ ചെയ്യാനുള്ള യുനെസ്കോൻ്റെ ആ ഒരു പോസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അത് ആർക്കാണ് പോയത്? പാകിസ്ഥാനിലോട്ടാണ് ആ സാധനം പോയത്. ഐ മീൻ പാകിസ്ഥാൻ വിൽ ചെയർ ദാറ്റ്. ഓക്കെ, അപ്പോൾ പാകിസ്ഥാനായിരിക്കും ആ യുനെസ്കോൻ്റെ ആ ഒരു വൈസ് ചെയർ. അത് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഇനി പാകിസ്ഥാനായിരിക്കും. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യുണൈറ്റഡ് നേഷൻസിൻ്റെ ആ ഒരു പോസ്റ്റ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും പോയിരിക്കുകയാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഷോയിങ് ദാറ്റ് ദി ഓൾഡ് സപ്പോർട്ട് സിസ്റ്റം ഇറ്റ് ഈസ് ഇൻ വർക്കിംഗ് എനിമോർ. സോ ഇവിടെ എന്താണ് ഇന്ത്യ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ ഫോറിൻ പോളിസി എപ്പോഴും ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ്. അതായത് നമ്മൾ ഒരിക്കലും ഒരു സൈഡ് ചേർന്ന് സംസാരിക്കില്ല. വി ആർ നോട്ട് ടേക്കിംഗ് സൈഡ്സ്. സോ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, വി നീഡ് ടു ബിക്കം മോർ ക്ലിയർ ആൻഡ് ഇൻട്രസ്റ്റ് ബേസ്ഡ്. ഓക്കെ, വെറും ന്യൂട്രലായിട്ട് നിൽക്കാതെ ഇന്ത്യ ചെയ്യേണ്ടത്, ഇന്ത്യ ഷുഡ് വോട്ട് ഇൻ എ വേ ദാറ്റ് റിഫ്ലക്ട്സ് ഇറ്റ്സ് നാഷണൽ ഗോൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. സോ ഇവിടെ വേ ഫോർവേഡായിട്ട് നമുക്ക് പറയാനുള്ളത്, ഈ വലിയ വലിയ ഗ്രൂപ്പ് ഡിസിഷൻസിലും അതേപോലെ ഈ UN, ഓക്കെ, UN മാത്രം നമ്മൾ ഫുൾ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കരുത്. പിന്നെ അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. ഡോണ്ട് റിലേ ഓൺലി ഓൺ UN ഓർ ബിഗ് ഗ്രൂപ്പ് ഡിസിഷൻസ്. ഇന്ത്യ ചെയ്യേണ്ടത് ആ ഗ്ലോബൽ സൗത്തിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ലീഡർഷിപ്പ് നമ്മൾ കയ്യിലെടുക്കുക. ഓക്കെ, ആ ഒരു പ്രാക്ടിക്കൽ കോഓപ്പറേഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രീസുമായിട്ട് ട്രേഡിലും ടെക്നോളജിയിലുള്ള ആ ഒരു ഷെയറിങ്ങിലും പൊളിറ്റിക്കൽ സപ്പോർട്ടിലും ഒക്കെയാണ് നമ്മൾ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത്. ആൻഡ് വി മസ്റ്റ് ബിൽഡ് എ സ്ട്രോങ് സൗത്ത് നെറ്റ്വർക്ക്. ഓക്കെ, ഔട്ട്സൈഡ് ഓഫ് ജസ്റ്റ് UN സ്പീച്ചസ് ഓർ വോട്ടിംഗ്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് ദ നീഡ് ടു പ്രൊട്ടക്ട് ഇന്ത്യാസ് ലിംഗ്വിസ്റ്റിക് സെക്യുലറിസം. സോ ഇത് പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരാവുന്നതാണ്. മെയിൻസിൽ GS പേപ്പർ 1 സൊസൈറ്റി ഉണ്ടല്ലോ, നമ്മുടെ സേവിങ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യയിൽ നമുക്ക് ഈ ഒരു ന്യൂസ് പ്രതീക്ഷിക്കാം. സോ ഡൈവേഴ്സിറ്റി, ഓക്കെ, ഡൈവേഴ്സിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഡൈവേഴ്സിറ്റി ഒരേ സമയത്ത് നമ്മുടെ ഒരു സ്ട്രെങ്ത് ആണ്, അതേപോലെ തന്നെ അവിടെ വലിയൊരു ചാലഞ്ച് ഉണ്ട്. അതായത് നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് റിലീജിയൻസ് ഉണ്ട്, ഒരുപാട് ഭാഷകളുണ്ട്. ഓക്കെ, ആൻഡ് വിച്ച് ഹെൽപ്സ് ടു പ്രൊട്ടക്റ്റ് അവർ യൂണിറ്റി ആൻഡ് സെക്യുലറിസം. ഓക്കെ, നമ്മളെല്ലാ റിലീജിയൻസിനെയും ഒരുമിച്ച് റെസ്പെക്ട് ചെയ്യുന്നവരാണ് അല്ലേ. പക്ഷേ ചില സമയത്ത് ഈ ഡിഫറൻസസ് ഇതൊരു ടെൻഷനിലോട്ട് പോവാം. ഓക്കെ, ഇപ്പോൾ റീസെൻ്റ്ലി മഹാരാഷ്ട്രയിലൊക്കെ കുറച്ച് കമ്മ്യൂണൽ ക്ലാഷസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. സോ സെക്യുലറിസം എന്താണ്? വെസ്റ്റേൺ സെക്യുലറിസവും ഇന്ത്യൻ സെക്യുലറിസവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കാം. വെസ്റ്റിൽ സെക്യുലറിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ സ്റ്റേറ്റ് കംപ്ലീറ്റ്ലി സ്റ്റേറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം റിലീജിയൻ. ഓക്കെ, ഇന്ത്യയിലെ സെക്യുലറിസം എടുക്കുമ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് നമ്മുടെ സ്റ്റേറ്റ് എല്ലാ റിലീജിയൻസിനെയും ഈക്വലി റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, റിലീജിയസ് ഫ്രീഡം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രോമിസ് ചെയ്ത പോലെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയുടെ സെക്യുലറിസം അത് യുണീക്കാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ മോഡല് അത് ഒരേ സമയത്ത് ആ ഒരു റിലീജിയനെയും അതേപോലെ ലാംഗ്വേജിനെയും ഒരേ സമയത്ത് ഡീൽ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഗവൺമെൻറ് ദേ ഡസൻ ഫേവർ ഓർ ഒപ്പോസ് എൻ റിലീജിയൻ ഓർ ലാംഗ്വേജ് അല്ലേ. സോ ദ ഇന്ത്യൻ സെക്യുലറിസം ഈസ് യുണീക്ക്. സോ ഇന്ത്യയിൽ സ്റ്റേറ്റിന് ദേ ക്യാൻ സ്റ്റെപ്പ് ഇൻ ടു സ്റ്റോപ്പ് കമ്മ്യൂണൽ വയലൻസ് ഓർ ഹെയ്റ്റ് അല്ലേ. അതിപ്പോൾ റിലീജിയൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ലാംഗ്വേജിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹെയ്റ്റ് അതേപോലെ ഒരു വയലൻസ് അത് സംബന്ധിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിന് അത് സ്റ്റോപ്പ് ചെയ്യാം.
നമ്മുടെ ആ ഒരു നാഷണൽ യൂണിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻ ഇന്ത്യ ദ സ്റ്റേറ്റ് ക്യാൻ സ്റ്റെപ്പ് ഇൻ ടു സ്റ്റോപ്പ് കമ്മ്യൂണൽ വയലൻസ് ഓർ ഹേറ്റ് വെദർ ഇറ്റ്സ് അബൌട്ട് റിലീജിയൻ ഓർ ലാംഗ്വേജ് ടു പ്രൊട്ടക്ട് നാഷണൽ യൂണിറ്റി. ഓക്കെ, സോ ഇന്ത്യയുടെ സെക്യുലറിസം ഇറ്റ് മീൻസ് റെസ്പെക്ടിങ് ഓൾ റിലീജിയൻസ് ആൻഡ് ലാംഗ്വേജസ്. ഓക്കെ, അതേപോലെ തന്നെ വി ആർ ആക്റ്റീവ്ലി സ്റ്റോപ്പിംഗ് ദി ഹെയ്റ്റ് ഓർ ഡിവിഷൻ ടു കീപ് അവർ കൺട്രി യുണൈറ്റഡ്. സോ അതേപോലെ നമുക്കൊരു നാഷണൽ ലാംഗ്വേജ് ഇല്ല അല്ലേ, നമുക്കൊരു ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി ഉണ്ട്. പക്ഷെ അതിലും കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. നമുക്കൊരു നാഷണൽ ലാംഗ്വേജ് ഇല്ല അല്ലേ, ഇന്ത്യ ഹാസ് നോ നാഷണൽ ലാംഗ്വേജ്. ഓക്കെ, സോ ഇത് നമ്മുടെ ആ ഒരു റിച്ച് വെറൈറ്റി ഓഫ് ലാംഗ്വേജസ് അതിനെ സംരക്ഷിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളെ ഒരു നാഷണൽ ലാംഗ്വേജ് ഇല്ലാത്തത് കൊണ്ട്. ഓൺ പർപ്പസ് ദിസ് ഹെൽപ്പ് ടു പ്രൊട്ടക്ട് അവർ റിച്ച് വെറൈറ്റി ഓഫ് ലാംഗ്വേജസ്. ഇൻസ്റ്റഡ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 8th ഷെഡ്യൂൾ പ്രകാരം 22ഓളം മേജർ ലാംഗ്വേജസിനെ അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദി 8th ഷെഡ്യൂൾ ഒഫീഷ്യലി റെക്കഗ്നൈസ് 22 മേജർ ലാംഗ്വേജസ്. അതേപോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് പോളിസി. ഓക്കെ, ഹിന്ദി നമുക്കറിയാം അല്ലേ, നമ്മുടെ ഈ ദേവനാഗരി സ്ക്രിപ്റ്റ് ഇറ്റ് ഈസ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ, ആർട്ടിക്കിൾ 343 പ്രകാരം അതാണ് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്. പക്ഷേ സ്റ്റേറ്റുകൾക്ക് അവരുടേതായിട്ടുള്ള ഒഫീഷ്യൽ ലാംഗ്വേജസ് അവിടെ ചൂസ് ചെയ്യാം. ഓക്കെ, അതുകൂടി നമ്മൾ നോക്കണം. ഓക്കെ, നമ്മുടെ ഈവൻ ദോ സ്റ്റേറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആൻഡ് കൾച്ചേഴ്സ്, ദേ ആർ പാർട്ട് ഓഫ് അവർ കൺട്രി. ഓക്കെ, അതായത് കൾച്ചറലി ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റിന് ഇന്ത്യ വിട്ട് മാറാൻ പറ്റില്ല. അതായത് സ്റ്റേറ്റ് കനോട്ട് ബ്രേക്ക് അവേ ഫ്രം ഇന്ത്യ ജസ്റ്റ് ബിക്കോസ് ദേ ആർ കൾച്ചറലി ഡിഫറെൻറ്റ്. സോ ഇതൊക്കെ കാണിക്കുന്നത് ആ ഒരു നമ്മുടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ആർട്ടിക്കിൾ 29 സിറ്റിസൺസിനും അതേപോലെ മൈനോറിറ്റീസിനും ആ ഒരു റൈറ്റ് കൊടുക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ലാംഗ്വേജും കൾച്ചറും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ആർട്ടിക്കിൾ 29 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ, ഓക്കെ, ഭാഷയിൽ, അതായത് ഇറ്റ് ഓൾസോ ഫോർബിഡ്സ് ദി ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ലാംഗ്വേജ്. 2011 സെൻസസ് പ്രകാരം ലാംഗ്വേജിൻ്റെ ഡാറ്റ എടുക്കുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം 121ഓളം ലാംഗ്വേജസ് ഉണ്ട്. ഓക്കെ, 270ഓളം മദർ ടങ്സ് ഉണ്ട്. 96% ആൾക്കാർ സംസാരിക്കുന്നതും നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു ഷെഡ്യൂൾ, അതായത് 22ാം ഷെഡ്യൂളിലുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ്. ഓക്കെ, about 96.7% of the people speak one of the 22 scheduled languages, okay, as their mother tongue. സോ 22ാം ഷെഡ്യൂളിലുള്ള ലാംഗ്വേജസ് അല്ല, 22ഓളം ലാംഗ്വേജസ്. ഓക്കെ, ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 22ഓളം ലാംഗ്വേജസിൽ ഒരു ലാംഗ്വേജാണ് 96% ആൾക്കാരും ദേ സ്പീക്ക് വൺ ഓഫ് ദ 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജസ് ആസ് ദെയർ മദർ ടങ്. സോ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യ എല്ലാ ലാംഗ്വേജസിനെയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ലെറ്റ്സ് ദി ഈച്ച് സ്റ്റേറ്റ് യൂസ് ഇറ്റ്സ് ഓൺ, അതേപോലെ പ്രൊട്ടക്ട്സ് പീപ്പിൾസ് റൈറ്റ് ടു സ്പീക്ക് ദെയർ ലാംഗ്വേജ് ആൻഡ് സ്റ്റിൽ സ്റ്റേസ് യുണൈറ്റഡ് ആസ് വൺ നേഷൻ. സോ നമ്മൾ ഇന്ത്യ ചെയ്യേണ്ടത് എന്താണ്, നമ്മളെല്ലാ ലാംഗ്വേജസിനെയും ഈക്വലി റെസ്പെക്റ്റ് ചെയ്യണം അല്ലേ. അല്ലാണ്ട് ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജിനെ എടുത്തിട്ട് അത് സംസാരിക്കാത്ത ആൾക്കാരെ കൊണ്ട് അത് നിർബന്ധിച്ച് സംസാരിപ്പിക്കരുത്. ഓക്കെ, ഇന്ത്യ മസ്റ്റ് റെസ്പെക്ട് ഓൾ ലാംഗ്വേജസ് ഈക്വലി, നോട്ട് ജസ്റ്റ് ദ ബിഗ് ഓർ പോപ്പുലർ വൺസ്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലിംഗ്വിസ്റ്റിക് സെക്യുലറിസം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് ആ ലാംഗ്വേജിലുള്ള ഒരു ന്യൂട്രാലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഒരുപാട് സദേൺ സ്റ്റേറ്റ്സും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും നമുക്കറിയാം ഈ ഒരു ഹിന്ദി ഡോമിനൻ്റ് ആക്കുന്നതിന് ഇവർ എതിർക്കുന്നുണ്ട്. സോ അവർ ഭയക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ദേ ഫിയർ ഇറ്റ് വുഡ് ഇറേസ് ദെയർ ലോക്കൽ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, മഹാരാഷ്ട്രയുടെ കേസ് എടുക്കുമ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ ഈ മറാത്തി സംസാരിക്കാത്ത ആൾക്കാർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആ ഒരു വയലൻസ്, മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു വയലൻസ്, അത് ശരിക്കും ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ആണ്. ഓക്കെ, ആൻഡ് ദാൻ ട്രൂലി പ്രൊട്ടക്ടിങ് ദെയർ കൾച്ചർ, മറാത്തി കൾച്ചർ. ഓക്കെ, ഒരു പവർ ആൻഡ് കൺട്രോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ ആ ഒരു പരിപാടിയായിരുന്നു അത് മഹാരാഷ്ട്ര കേസ്. ഓക്കെ, സോ റിയൽ കൾച്ചർ, അതായത് ശരിക്കും നമ്മളൊരു കൾച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതായത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൂ റെസ്പെക്ട് ഫോർ ദ കൾച്ചർ കംസ് ഫ്രം ബീങ് ടോളറൻറ്റ് ആൻഡ് ഓപ്പൺ മൈൻഡഡ് അല്ലേ, അല്ലാതെ വയലൻസ് ആയിട്ടും അതേപോലെ വയലൻസിലൂടെയും എക്സ്ക്ലൂഷനിലൂടെയും അല്ല. അതേപോലെ ഇന്ത്യയുടെ ആ ഒരു ഇൻക്ലൂസീവ് സ്പിരിറ്റ് എടുക്കുമ്പോൾ
ഇന്ത്യ ഇങ്ങനെ ഇത്രയും യുണൈറ്റഡ് ആയിട്ട് നിൽക്കാനുള്ള കാരണം ബിക്കോസ് വി അക്സെപ്റ്റ് ഡിഫറെൻറ്റ് റിലീജിയൻസ് അല്ലേ. നമ്മൾ ഒരുപാട് മതങ്ങൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ലാംഗ്വേജസ്, ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്, ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഉണ്ട്, ഫുഡ് ഹാബിറ്റ്സ്. ഓക്കെ, സോ വി ഷുഡ് താങ്ക് ടു ഇറ്റ്സ് ടോളറൻറ്റ് ആൻഡ് ലിബറൽ ട്രഡീഷൻസ്. അതേപോലെ ഇവിടെ ഉണ്ടായിരുന്ന ലീഡേഴ്സിൻ്റെ പങ്ക്, അതായത് പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ഓക്കെ, ദേ മസ്റ്റ് ആക്റ്റീവ്ലി ഡിഫെൻഡ് ഡൈവേഴ്സിറ്റി. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രോമിസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇത് അവർ പ്രൊട്ടക്റ്റ് ചെയ്യണം, പൊളിറ്റിക്കൽ ലീഡേഴ്സ്. ആൻഡ് ദേ ഷുഡ് നോട്ട് എൻകറേജ് നാരോ തിങ്കിങ് ബേസ്ഡ് ഓൺ ലാംഗ്വേജ് ഓർ റിലീജിയൻ. ഓക്കെ, അത് നമ്മുടെ ഒരു രാജ്യത്തിനെ വെട്ടിമുറിക്കുന്നത് പോലെയാണ്. ദിസ് കുഡ് ഡിവൈഡ് ദി കൺട്രി. സോ യുണൈറ്റഡ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ മസ്റ്റ് റെസ്പെക്ട് ഓൾ ലാംഗ്വേജസ്. ഓക്കെ, അതേപോലെ വി മസ്റ്റ് റിജക്ട് ഫോഴ്സ്ഡ് ഇമ്പോസിഷൻ ആൻഡ് embrace diversity with tolerance. Okay, guided by responsible political leadership. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് SCO ഷുഡൻറ്റ് കോംപ്രമൈസ് ഓൺ ടെററിസം, ജയശങ്കർ. സോ നമുക്കറിയാം ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ളൊരു ന്യൂസാണ് ഇത്. നമുക്ക് IR ഇമ്പോർട്ടൻ്റ് ആണ്, GS പേപ്പർ 2. ഓക്കെ, സോ SCO നമുക്കറിയാം ഒരു റീജിയണൽ ഓർഗനൈസേഷനാണ്. ഇവിടെ ഇന്ത്യയും ചൈനയും റഷ്യയും പാകിസ്ഥാനും ഒക്കെ ഉണ്ടാവും. ആ ഒരു റീജിയനിലുള്ള എല്ലാ മെയിനായിട്ടുള്ള വമ്പന്മാരും ഇതിലുണ്ട്. ഓക്കെ, സോ ഇത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇത് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ GS പേപ്പർ 2 ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് നോക്കുമ്പോൾ ഇത് ഇന്ത്യക്ക് ഇത് വളരെയധികം ഇന്ത്യനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടെററിസത്തിനെതിരെ ഫൈറ്റ് ചെയ്യാനും ട്രേഡ് ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു നമ്മുടെ അയൽക്കാരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. സോ അതേപോലെ ഇന്ത്യ ചൈന, ഇന്ത്യ പാകിസ്ഥാൻ റിലേഷനിലൊക്കെ ഇന്ത്യക്കൊരു പ്ലാറ്റ്ഫോമാണ് അല്ലേ ഇതൊരു. SCO ഗീവ്സ് ഇന്ത്യ എ പ്ലാറ്റ്ഫോം ടു എൻഗേജ് വിത്ത് ചൈന ആൻഡ് പാകിസ്ഥാൻ ഡിപ്ലോമാറ്റിക്കലി. അതേപോലെ ഈ SCO ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ടെററിസം ഫൈറ്റ് ചെയ്യാനാണ്, എസ്പെഷ്യലി ലിങ്ക്ഡ് ടു ഇന്ത്യാസ് കൺസേൺസ് ഇൻ കാശ്മീർ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. അതേപോലെ GS പേപ്പർ 3 ഇൻറ്റേർണൽ സെക്യൂരിറ്റിയിൽ നമുക്കിത് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു ഇൻഡയറക്ട്ലി നമുക്ക് ടെററിസവും റീജിയണൽ പീസും കോപ്പറേഷനും, ഓക്കെ, ആൻഡ് കോപ്പറേഷൻ അഗെയിൻസ്റ്റ് റാഡിക്കലൈസേഷൻ ടൈ ഇൻ ടു ഇന്ത്യയാണ് സെക്യൂരിറ്റി കൺസേൺ. സോ ഇവിടെ എല്ലാം ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയയിലൊക്കെ. സോ എന്താണ് SCO എന്നുള്ള കാര്യം അറിയാമല്ലോ. ഒരുപാട് നാളായിട്ട് ഇപ്പോൾ ന്യൂസിലും നമ്മൾ കേൾക്കുന്നതാണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. സോ ഇതെന്തിനാണ് ഫോം ചെയ്തതെന്ന് നോക്കുമ്പോൾ ടെററിസത്തിനെതിരെ ഫൈറ്റ് ചെയ്യാനും ആ ഒരു സെപ്പറേറ്റിസം മാറ്റാനും എക്സ്ട്രീമിസത്തിനെതിരെ ഫൈറ്റ് ചെയ്യാനൊക്കെയാണ്. സോ ഇതിനെ 3 കൂടി 3 ഈവിൾസ് എന്നാണ് വിളിച്ചത്. ഇവിടെയുള്ള മെയിനായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്? സെൻട്രൽ ഏഷ്യൻ കൺട്രീസ് ഉണ്ട്, പാകിസ്ഥാനുണ്ട്, ഇന്ത്യയുണ്ട്, റഷ്യയുണ്ട്, ചൈനയുണ്ട്. ഓക്കെ, ഇവരുടെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു സെക്യൂരിറ്റിയും അതേപോലെ ഇക്കോണമിക് കോപ്പറേഷനും കൾച്ചറൽ എക്സ്ചേഞ്ചും ഒക്കെ കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റീജിയണിൽ. സോ എന്താണ് ഈ ഒരു ഡിസ്കഷനിൽ നടന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഇന്ത്യ ചൈന മീറ്റിങ്ങിൽ നമ്മുടെ ജയശങ്കറും ഷീ ജിൻപിങ്ങുമായിട്ടുള്ള മീറ്റിങ്ങിൽ എന്താണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ത്യയുടെ പോയിന്റ് നമ്മുടെ ജയശങ്കർ പറഞ്ഞത് പഹൽഗാം അറ്റാക്കിനെ പറ്റിയിട്ടാണ് മെയിൻലി. ഓക്കെ, ആ ഒരു ടെററിസ്റ്റ് കാശ്മീരിൻ്റെ എക്കോണമി തന്നെ തകർക്കാനാണ് നോക്കിയതെന്നാണ് പറഞ്ഞത്. അതേപോലെ റിലീജിയസ് ടെൻഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തു. സോ ഇവിടെ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ റോള് പുള്ളി എടുത്തു പറഞ്ഞു. ഇറ്റ് മസ്റ്റ് നോട്ട് ടോളറേറ്റ് ടെററിസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇന്ത്യയുടെ പോയിന്റ് എന്നാണ് ജയശങ്കർ പറഞ്ഞത്. ആൻഡ് ഹി ഓൾസോ റിമൈൻഡഡ് ദാറ്റ് ഈ SCOൻ്റെ ഒറിജിനൽ ഗോള് ഇറ്റ് വാസ് ടു ഫൈറ്റ് ദ 3 ഈവിൾസ് അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ ടെററിസവും സെപ്പറേറ്റിസവും എക്സ്ട്രീമിസത്തിനെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗോള് തന്നെ. ചൈനയുടെ പോയിന്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ചൈന പറഞ്ഞത് ഈ ഒരു SCO ദേ ഷുഡ് ബി മോർ ആക്റ്റീവ് ഇൻ പ്രൊമോട്ടിങ് സ്റ്റെബിലിറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ പറഞ്ഞു ഈ ലോകത്ത് ഒരുപാട് വലിയ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ SCO അതിനനുസരിച്ചിട്ട് ദേ ഷുഡ് റെസ്പോണ്ട് വൈസ്ലി എന്നാണ് ചൈന പറഞ്ഞത്. സോ ഈ മീറ്റിങ്ങിൽ ഉണ്ടായിട്ടുള്ള മെയിനായിട്ടുള്ള ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ, ഒന്ന് ടെററിസത്തിനെ പറ്റിയിട്ട് ഇവർ രണ്ടുപേരും ബോത്ത് സൈഡ്സ് എഗ്രി ടു ടേക്ക് എ വെരി സ്ട്രോങ് സ്റ്റാൻഡ് എഗെയിൻസ്റ്റ് ടെററിസം. അതേപോലെ അഫ്ഗാനിസ്ഥാനിലൊക്കെ കുറച്ചും കൂടി ഒന്ന് ഫോക്കസൊക്കെ ചെയ്ത് ആ ഒരു റീജിയണൽ പീസ് കുറച്ചും കൂടി മെയിൻറ്റെയിൻ ചെയ്യാനാണ്, ടു മെയിൻറ്റെയിൻ ദ പീസ് ഇൻ ദ റീജിയൻ. അതേപോലെ എക്കോണമിയുടെ കാര്യം എടുക്കുമ്പോൾ ഒരു രണ്ടുപേരും ട്രേഡ് ബൂസ്റ്റ് ചെയ്യാനും അതേപോലെ ആ ഒരു ഡെവലപ്മെൻറ്റ് കോപ്പറേഷനിൽ എഗ്രി ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ഉണ്ടല്ലോ, INSTC. ഓക്കെ, അതിൽ സപ്പോർട്ട് രണ്ടുപേരും, അതായത് മ്യൂച്വലി എഗ്രി ടു സപ്പോർട്ട് ദി ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. സോ നമുക്കറിയാം നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ട്രേഡ് റൂട്ട് ഫോർ us ബിക്കോസ് നമുക്ക് യൂറോപ്പിലോട്ട് എത്താൻ പറ്റുന്ന ഒരു നല്ലൊരു വഴിയാണ് ഇറാൻ വഴി.
ഓക്കെ, സെൻട്രൽ ഏഷ്യ വഴി നമുക്ക് നേരെ യൂറോപ്പിലോട്ട് എത്താം. വി ക്യാൻ ഹാവ് എ ട്രേഡ് റൂട്ട് ഫ്രം ഇന്ത്യ ടു യൂറോപ്പ് വിയ ഇറാൻ ആൻഡ് സെൻട്രൽ ഏഷ്യ. സോ അതാണ് നമ്മുടെ ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിനെ ഇമ്പോർട്ടൻ്റ് ആക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ വേറെ കുറച്ച് ന്യൂസസ് ആയിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.